GPക്ക് ഒന്നും അറിയില്ല. ഐ ഡോണ്ട് നോ എന്നൊരു 10 പ്രാവശ്യം പറയും നമ്മളോട്. അതായത് ഡോക്ടർക്കൊന്നും അറിയില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാൻ പറയുമ്പോഴാണ് പുള്ളി ചെക്ക് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടുത്തെ രോഗികളുടെ അവസ്ഥ. കുറച്ച് എമർജൻസി കേസുകളാണെങ്കിൽ അവരപ്പം തന്നെ വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിനെന്തെങ്കിലും കൂടുതൽ സർജറിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യും. അല്ലാതെ നമുക്കൊരു രോഗം വന്നാൽ ആ രോഗം മാറിയാൽ മാത്രമേ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ. ചിലപ്പോൾ ആ രോഗം മാറുമ്പോഴായിരിക്കും നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നാട്ടിലെ പോലെ എന്നും ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് ഇവിടെ മരുന്നൊക്കെ വാങ്ങാമെന്നൊന്നും വിചാരിക്കരുത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ടാണ്. പ്രൈവറ്റ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുകയെന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് 1-2 ആഴ്ചയൊക്കെ പിടിക്കും. അവിടെ നല്ല ചാർജും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സാധാരണ അവനവൻ്റെ GPയെ കാണാറാണ് പതിവ്. ഞങ്ങൾ കാണുന്ന ഒരു GP ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഡോക്ടറാണ്. ചില സമയത്ത് ഒരു അറിവില്ലാത്ത പോലെ സംസാരിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആകെ കൊടുക്കുന്നത് പാരസെറ്റമോൾ, ഇബുപ്രൂഫൻ ഇങ്ങനെയുള്ള മരുന്നുകൾ മാത്രമാണ്. ഇപ്പം എനിക്കും തന്നത് അതൊക്കെ തന്നെയാണ്. എന്നാൽ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ നെക്ക് ചെക്ക് ചെയ്യുകയോ ഇതൊന്നും അവരോട് ചെയ്യുന്നില്ല. ആൻറ്റിബയോട്ടിക്കുകൾ വളരെ കുറച്ചേ തരുള്ളൂ കേട്ടോ. നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിലാണ് പിന്നെ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കിട്ടുക. അതുപോലെ ആകെ കിട്ടുന്നത് പാരസെറ്റമോൾ, ഇബുപ്രൂഫൻ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ മരുന്ന് കിട്ടാനായിട്ട് നമ്മളവിടെ ഒരു $50 കൊടുത്ത് ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മളത് തനിയെ കഴിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളുടെയും പ്രശ്നം ഇതാണ്. രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് യാതൊരു ഗുണവുമില്ല ഇവിടെ. എങ്കിലും നമുക്ക് പലതരത്തിലുള്ള പോസിറ്റീവ്സും ഇവിടെയുണ്ട്. ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ്സും ഉണ്ട്. അപ്പോൾ ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. നിങ്ങൾ ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം നിങ്ങൾക്കത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഞാനത് ഗ്യാരണ്ടി പറയാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഇമെയിലിൽ നിന്നും സൈൻ ഇൻ ചെയ്ത് ആ ഇമെയിലിലേക്ക് വന്ന ഒരു ലിങ്കാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ ഒരുപാട് ജോബ്സിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഫാർമസിസ്റ്റിൻ്റെ ഒരു ജോബാണ്. സെൻട്രൽ കോസ്റ്റ് ലോക്കൽ ഹെൽത്ത് ഡിസ്ട്രിക്റ്റ്. കമ്പനി നെയിം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് അടുത്ത ഷെഫാണ്, എക്സ്പീരിയൻസ്ഡ് ഷെഫ്. ഈ കമ്പനികളിലുള്ള ജോലികൾക്കൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കിവിടെ കിട്ടും. ഈ ലിങ്ക് ഞാൻ അയച്ചു തന്നാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഇമെയിലിൽ നിന്നുള്ള ലിങ്കാണ്. അടുത്തത് അൺഅക്രഡിറ്റഡ് എമർജൻസി രജിസ്റ്റർ. നെക്സ്റ്റ് ജനറൽ പ്രാക്ടീഷണർ. ഒരുപാട് GP അതായത് ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഒഴിവുണ്ട് കേട്ടോ. നെക്സ്റ്റും ഷെഫ് തന്നെയാണ്. അടുത്തത് ചീഫ് സയൻറ്റിസ്റ്റ് ഇൻ ജെനോമിക്സ്. നെക്സ്റ്റ് രജിസ്റ്റേർഡ് മിഡ് വൈഫ്സ്. നേഴ്സസായിട്ട് ജോലിയുള്ളവർക്ക് ഈ മിഡ് വൈഫിൻ്റെ ജോബാണ്. അവർക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അവർ രജിസ്റ്റേർഡ് മിഡ് വൈഫ്സ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഡേയ്സിൽ ഇഷ്ടമുള്ള സമയം ഓപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഡെൻറ്റിസ്റ്റാണ്. കമ്പനി നെയിം കാണുന്നുണ്ടല്ലോ അല്ലേ, പ്രൈമറി ഡെൻ്റൽ. അടുത്തത് ലെക്ചറർ സീനിയർ ലെക്ചറർ ഇൻ ബയോടെക്നോളജി. വീണ്ടും ഒരുപാട് സ്പോൺസർഷിപ്പ് ജോബ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇടുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഇത്. നിങ്ങളിതിൻ്റെ കമ്പനി നെയിമൊക്കെ നോക്കി മനസ്സിലാക്കുക കേട്ടോ. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. സെക്കൻഡ് റീറ്റെയിൽ മാനേജർ. തേർഡ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ. വീണ്ടും റീറ്റെയിൽ മാനേജർ. സ്റ്റോർ മാനേജർ. ഇതൊക്കെ SSLC വിദ്യാഭ്യാസമുള്ളവർക്ക്, എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻഡിജീനിയസ് ടയർ ഫിറ്റർ. ഡിപ്പാർട്ട്മെൻറ്റ് ടീം ലീഡർ. പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റ്, എംബ്രോയ്ഡറി ഓപ്പറേറ്റർ. തയ്യൽ യൂണിറ്റുകളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ജോബാണിത്.
ഡീസൽ മെക്കാനിക്, ട്രക്ക് ഡ്രൈവർ, ബബിൾ ടീ സ്റ്റോർ മാനേജർ, പെയിൻറ് പ്രെപ്പർ ലേബറർ, പെയിൻറ്റേഴ്സിൻ്റെ, GP ഡോക്ടറുടെ ജോബാണ്. ഇവിടെ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്നത് ഒരു GPയുടെ കീഴിലാണ്. ആ GPയെ മാത്രമേ അയാൾക്ക് ഹോസ്പിറ്റലിൽ കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അത്യാവശ്യം അസുഖം കൂടുതലാണെങ്കിൽ നമുക്ക് എമർജൻസിയിൽ പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. എല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടി എല്ലാ ജോലികൾക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനിയും നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ see you, bye.